ഹലോ ഫ്രണ്ട്സ്, ഇത് ഞങ്ങൾ 3-4 ആഴ്ച മുമ്പ് പോയ ഒരു കുട്ടി യാത്രയാണ്. പെരുമ്പാവൂരിൽ നിന്നും 23 കിലോമീറ്റർ അകലെയുള്ള പാണിയേരിപ്പോരാണ് ഞങ്ങളുടെ ലക്ഷ്യം. നല്ല മഴയുള്ള ഒരു ദിവസമാണിത്. ഇവിടെ ഒരു സ്ഥലത്തെത്തിയപ്പോൾ മരങ്ങൾക്കിടയിൽ ഇങ്ങനെ വെള്ളം തങ്ങി നിൽക്കുന്നത് കണ്ടു. ഞങ്ങൾ അവിടെ കുറച്ചു നേരം നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു. അങ്ങനെ ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ പാണിയേരിപ്പോരെത്തി. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലം. പൊള്ളി സ്ഥലമുള്ളത് സൂപ്പറല്ലേ. ഇവിടെ വന്നിട്ട് വീടെടുക്കാട്ടാ. നിർഭാഗ്യവശാൽ അവിടെ എല്ലാവിടെയും വെള്ളം കയറിയത് കൊണ്ട് അങ്ങോട്ട് ആരെയും കയറ്റിവിടുന്നില്ല. വന്നത് വെറുതെ ആയ പോലെ. ഞങ്ങൾ അവിടെ കുറച്ചു നേരം നിന്ന് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് അവിടെ നിന്ന് മടങ്ങി. തിരിച്ചു വരുമ്പോൾ ഒരു ചായക്കട കണ്ടു. അവിടെ കയറി ഓരോ ചായയും കുടിച്ചു. നല്ല ചൂട് ബജിയും പഴംപൊരിയും ഉണ്ടായി. തിരിച്ചു പോകുന്ന വഴി പാണങ്കുഴി എക്കോ ടൂറിസം എന്നൊരു സ്ഥലമുണ്ട്. അവിടെ കയറാമെന്ന് കരുതി. ഇവിടെ 50 രൂപയാണ് എൻട്രി ടിക്കറ്റിന് ഒരാൾക്ക്. അപ്പൊ ഞങ്ങൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു അവിടെ ഏറോ മാർക്ക് കാണില്ലേ, അതിൽ കൂടെ നേരെ കയറിപ്പോക്കോളാൻ പറഞ്ഞു. അപ്പൊ അതിന്റെ അറ്റത്ത് എത്തുമ്പോ ആ സ്ഥലം എത്തുന്നു പറഞ്ഞു, പാണാങ്കോഴി. ഞങ്ങൾ ഏറോ മാർക്ക് കണ്ടു, അതിൽ കൂടെ അങ്ങോട്ട് കയറി ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെ പോയിട്ട് വേണം ആ തീരത്തേക്ക് എത്താൻ കേട്ടോ. ചാടിക്കോ, ചാടി പിടിക്ക്. ഓരോ വനത്തിൽ ഞങ്ങൾ മാത്രം. അയ്യോ, ഓരോ വനത്തിൽ ഞങ്ങൾ മാത്രമുള്ളൂട്ടാ. സീൻ ഏതാ മൂട്? പൊളി മൂട്. ഇതന്നെയല്ല ചേച്ചി പറഞ്ഞത്, ഇതിന്റെ ഉള്ളിൽ കൂടെ പോകാനല്ലേ പറഞ്ഞേ? ഇതന്നെയാണ്. നമ്മളെ പുലി പിടിക്കോ? സിനിമയിലൊക്കെ കാണുന്ന പോലെ അല്ലേ? ഇല്ല, അങ്ങോട്ടുണ്ട്. വാ. പക്ഷെ ഇത് ആരില്ലാത്തോണ്ടാന്നോണ്ട് ഇത്ര അഡ്വഞ്ചർ ആയിട്ട് തോന്നണത് അല്ലേ? ആരുമില്ല, പിന്നെ മഴയാണ് ഭയങ്കര. പക്ഷെ ഇവിടെ അരമാർക്കുണ്ട്. എവിടെയെങ്കിലും എത്തുമായിരിക്കും. ഫൈനലി ഞങ്ങൾ കുറെ നേരം നടന്ന് ആ പാണൻകുഴിയുടെ അവിടെ എത്തിട്ടോ. ഇതാണ് സ്ഥലം. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. പെരിയാർ റിവർ ഉണ്ട്, പിന്നെ ഇങ്ങനെ കുറെ ഊഞ്ഞാലൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ വേറെ ഈ 50 രൂപയ്ക്ക് കാണാനുള്ളതൊന്നുമില്ല.
അവരില്ല അവിടെ ഇവിടെ വന്നിട്ട് ടൂറിസ്റ്റുകൾ അവിടെ ഇവിടുന്ന് ഫുഡ് കഴിക്കണതാ, നമുക്കൊക്കെ കഴിക്കാം. ഇവിടെ ഒരു 10 ഹൗസ് ഉണ്ട് കേട്ടാ. അപ്പൊ അതിന്റെ മുകളിൽ നിന്ന് കുറച്ചും കൂടി അടിപൊളിയായിട്ട് കാണാം പുഴയൊക്കെ. അപ്പൊ ഞങ്ങൾ അതിന്റെ മുകളിലേക്ക് കയറാൻ പോവാ. ഞങ്ങളങ്ങനെ മുകളിലെത്തി. ഇവിടെ ടെന്റിൽ കയറിയേക്കാണ്. ഇവിടെ ഫുള്ള് ആയിട്ട് പുഴയൊക്കെ ഇല്ലേ. വേറെ ഒന്നുമില്ല, 50 രൂപയ്ക്കുള്ള ഒന്നുമില്ല ഇവിടെ കാണാൻ. ഒരു പുഴയുടെ സൈഡ് ഇവിടെ ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ടുണ്ട്. പിന്നെ ഫോറസ്റ്റാണ്, ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ കൂടെ ഇങ്ങനെ വരാമെന്നത്. ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോ ഈ ഷാപ്പ് നോട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, തിരിച്ചു വരുമ്പോ കയറാന്നുള്ള രീതിയിൽ. പുഴയോരം ഷാപ്പ്. ഇത് ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് തൊട്ടപ്പുറത്ത് തന്നെയാണ് ഈ പുഴയോരം ഷാപ്പ് തന്നെ. ഇപ്പൊ റിവറിന്റെ സൈഡിൽ തന്നെയാണ്. ഇവിടെ നല്ല തിരക്കുണ്ടായിട്ടോ. അപ്പൊ ഞങ്ങൾക്ക് ഇരിക്കാനായിട്ട് ഇവിടെ അടുക്കളയുടെ സൈഡിലായിട്ട് ഒരു ചെറിയ സ്പേസ് തന്നു ഇവിടുത്തെ ചേട്ടന്മാരും ചേച്ചിമാരും. പോർക്ക് കറി, താറാവ് കറി, പിന്നെ മീൻ കറി, പോത്തി, അപ്പം, ചട്നി, കപ്പ, അപ്പം, കോവക്ക. ഫിഷ് ഫ്രൈ കഴിയോ അല്ലേ? ഞായറാഴ്ചയല്ലേ? ഞങ്ങൾ ആദ്യം തന്നെ കപ്പയും മീൻചാറും പിന്നെ പോർക്ക് ഫ്രൈയും പിന്നെ ടേസ്റ്റ് നോക്കാൻ ഒരു ഗ്ലാസ് കള്ളും അതും കൂടി പറഞ്ഞു. ഫ്രൈ ഉണ്ട് കേട്ടോ. സൂപ്പർ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു താറാവ് റോസ്റ്റും പിന്നെ ഒരു അപ്പം കൂടിയും പറഞ്ഞു. പാവണ്ടല്ലേ താറാവ്. റോസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് കറിയാണല്ലോ. താറാവ് പറഞ്ഞപ്പോൾ ഞങ്ങൾ അങ്ങനെ ഒരപ്പം കൂടി പറഞ്ഞു. ഉള്ളി, പോർക്ക്, അങ്ങനെ ഞങ്ങൾ നല്ല ഫുഡും കള്ളൊക്കെ അടിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ അവിടെ അടുത്ത മഴയ്ക്കുള്ള കോള് വരുന്നുണ്ട്. കാർമേഘം ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഞങ്ങള് സമയം കളയാണ്ട് എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.